അഞ്ചലിന് സമ്മാനമൊക്കെ കൊടുത്തു വിട്ടില്ലേ? ഇനി നമുക്കൊരു അടിപൊളി 2 ഗസ്റ്റുകളെ കൂടി വിളിക്കാറുണ്ട്. ആരാന്നറിയാമോ? പേരൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ഇങ്ങോട്ട് വിളിക്കുവോ? അശ്വതി വിളിച്ചാലോ? വിളിച്ചേക്കാം. വായോ അച്ഛനും മോളും പ്ലീസ്. മലയാളികൾക്ക് സുപരിചിതമാണ് അച്ഛനെ. അസാധ്യ കലാകാരിയുമാണ് അശ്വതി. പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്താണ് പരിചയപ്പെടുന്നത്? എൻ്റെ പേര് പ്രകാശ് പേട്ട എന്നാണ്. ഞാൻ പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റാണ്. 31 വർഷമായി കലാരംഗത്തുണ്ട്. പാരമ്പര്യ സിദ്ധമർമ്മ വൈദ്യ ചികിത്സകനും കൂടിയാണ്. മകള് ഇവിടെ എത്തിയിരിക്കുകയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്. അഭിമാന നിമിഷം തന്നെയാണ്. എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യം മാള് ഇതുപോലെ മത്സരത്തിൽ വന്നിരുന്നു. കേരള നടനത്തിന് പ്രൈസ് ഉണ്ട്, എ ഗ്രേഡ് ഉണ്ട്. ഇപ്രാവശ്യം എ ഗ്രേഡ് ഉണ്ട്. അപ്പം പേരെന്താ? പൂജ ദശമി. എത്ര ക്ലാസ്സിൽ പഠിക്കുക? ഞാൻ 10th പഠിക്കുക. എങ്ങനെയാ ഇവിടെ പെർഫോം ചെയ്തിട്ട് എന്ത് സ്വന്തമാക്കി? ഒരു കോൺഫിഡൻസ് സ്വന്തമാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. വെരി ഗുഡ്, നൈസ് ആൻസർ. നമുക്ക് പെർഫോമൻസ് ഒന്ന് കണ്ടാലോ? ഓക്കെ. വൈകുന്നേരം ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് കഴിച്ചില്ലേ? നന്നായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. എത്ര മനോഹരമായാണ് ഓരോ ചുവടും അശ്വതി ഈ കുട്ടി. ഒരു മിമിക്രിയും കൂടി ചെയ്യിപ്പിച്ചാലോ? തീർച്ചയായും. കലയുടെ വേദിയിൽ വന്നിട്ട് ഒന്നും ചെയ്യാതെ പോകുന്നത് മോശമാണ്. എനർജി നന്നായിട്ടുണ്ട്. എന്താ ഭാവിയിലാവാൻ ആഗ്രഹം? എനിക്കൊരു ആയുർവേദ ഡോക്ടർ ആവാനാണ് ആഗ്രഹം. ശരി, അച്ഛനെ കൊണ്ട് നമുക്കൊരു മിമിക്രി ചെയ്യിപ്പിച്ചാലോ? ചെയ്യിപ്പിക്കാം. പ്ലീസ് ഒരു ചെറിയ മിമിക്രി. തീർച്ചയായിട്ടും. ഞാൻ വർഷങ്ങളായി പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് എന്തായാലും ചെറിയ വിശ്രമം. ശരി. ഞാനൊരു ഹൃദയത്തിൻ്റെ ഒരു ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കാം. നൈസ് ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സാർ.